നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 19 ദിവസം നീണ്ടു നിൽക്കുന്ന ശൈത്യകാല സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 15 സിറ്റിങ്ങുകൾ അതാണ് ഇപ്പോൾ പ്രധാനമായി ഉള്ളത്. പ്രതിപക്ഷം നിരവധിയായ അടിയന്തര പ്രശ്നങ്ങളുമായി വരുമ്പോൾ അതിനെല്ലാം അനുമതി നിഷേധിച്ചുകൊണ്ട് രാജ്യസഭയിലും ലോക്സഭയിലും BJP നേതൃത്വത്തിൻ്റെ അട്ടഹാസം മാത്രമാണ് മുഴങ്ങാൻ അവിടെ സമ്മതിക്കുന്നത്. ഏകപക്ഷീയമായി നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് BJPയുടെ നിർദ്ദേശം. അതിന് പ്രത്യേക താല്പര്യം രണ്ട് സഭകളെയും നയിക്കുന്ന സഭാനാഥന്മാർ എടുക്കുന്നുമുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയുള്ള നടപടികളും നീക്കങ്ങളും ആവശ്യമാണ്. ഇലക്ഷൻ കമ്മീഷനെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ഒരു ത്രാസിൽ തന്നെ തൂക്കാൻ കഴിയുന്ന, അതായത് അവർ രണ്ടുപേരും ഒരു ത്രാസിൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്നാൽ ബാലൻസ് ആകുന്ന രീതിയിൽ ആണ് ഇപ്പോൾ അവരുടെ പ്രവർത്തികൾ. ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ്, ഇന്ത്യൻ ജനാധിപത്യത്തെ ധ്വംസിക്കുകയാണ് എന്ന് ശക്തമായി ആരോപിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയങ്ങളെ പരിപൂർണമായി റദ്ദാക്കി ഏകപക്ഷീയമായി ഒരു രീതിയിലും പാർലമെന്റിൽ പ്രതിപക്ഷത്തിൻ്റെ സ്വരം, പ്രതിപക്ഷ MP-മാരുടെ ഒരു രീതിയിലുള്ള ഇൻ്റർഫറൻസും ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ്. ഇവിടെ ശൈത്യകാല സമ്മേളനത്തിന് മുമ്പ് തന്നെ പാർലമെന്റ് അടിയന്തര സമ്മേളനം വേണമെന്ന് പലപ്പോഴായി ആവശ്യപ്പെട്ടപ്പോഴൊന്നും അതിനെ ഗൗരവത്തോടെ നരേന്ദ്രമോദിയോ ടീമോ എടുത്തില്ല. കാരണം എന്താണ്? അവരുടെ മന്ത്രിസഭയ്ക്ക് ഭംഗം വരുന്നതൊന്നും തന്നെ അവർ ചെയ്യില്ല. ആഭ്യന്തര സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ചെങ്കോട്ടയിൽ നടന്ന ബോംബ് ബ്ലാസ്റ്റിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അത് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുമ്പോഴും അതിനെക്കുറിച്ചുള്ള ആശങ്ക പ്രതിപക്ഷം ഉന്നയിക്കുന്നതിന് വ്യക്തമായൊരു മറുപടി അമിത്ഷായ്ക്കോ ആഭ്യന്തര സഹമന്ത്രിക്കോ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് പാളിച്ചകൾ ഒന്നൊന്നായി ഭവിക്കുന്നതിനെ പറ്റിയുള്ള പ്രതിപക്ഷത്തിൻ്റെ ആശങ്ക ചർച്ച ചെയ്യുന്നില്ല. 2 എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പേക്കൂത്ത്, ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തങ്ങൾക്കാകില്ല എന്ന് രാഹുൽ ഗാന്ധി അടക്കം പ്രതിപക്ഷത്തു നിന്ന് പ്രതിപക്ഷ നേതാവും ഒട്ടനവധിയായ സഖ്യകക്ഷികളുടെ MP-മാരും പറയുമ്പോഴും ഓം ബിർളയും CP രാധാകൃഷ്ണനും മൗനം ഭുജിക്കുകയാണ്. കാരണം അവർക്ക് മറുപടിയില്ല. അവർക്ക് വളരെ വ്യക്തമായി അറിയാം ഈ രാജ്യത്തെ എങ്ങനെയാണ് ധ്വംസനം, ജനാധിപത്യ ധ്വംസനം നടത്തുന്നത്. അതിൻ്റെ ബൈ പ്രോഡക്റ്റുകളായി ഇരിക്കുന്ന MP-മാർ അല്ലെങ്കിൽ അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടാൻ നിയോഗിക്കപ്പെടുന്ന BJP നേതാക്കൾ അവർ ഏതെങ്കിലും രീതിയിൽ പ്രതിപക്ഷത്തിനെ ബഹുമാനിക്കുകയോ അവർ പറയുന്നത് ക്ഷമയോടെ കേട്ടിരിക്കുകയോ ചെയ്യോ? അവർ അക്ഷമരാണ്. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകരുത് എന്ന അപേക്ഷയുമായാണ് വരുന്നത്. രാഷ്ട്രപതി 2026 തുടക്കമാകുമ്പോൾ വീണ്ടും പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ പോകുമ്പോൾ അതിനു മുമ്പ് തന്നെ സുപ്രധാന നീക്കം സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസിനെ ഇറക്കിയത് വഴി ഇപ്പോൾ പെൻഡിംഗ് ഉള്ള ഹർജികളെ മുഴുവൻ ഏകപക്ഷീയമായി റദ്ദാക്കിക്കൊണ്ട് പുതിയ ചീഫ് ജസ്റ്റിസ് RSSന്റെ വഴിയെ പോകുമ്പോൾ യാഥാർത്ഥ്യം എന്തെന്നാൽ വെറും പേക്കൂത്താണ് ഈ ശൈത്യകാല സമ്മേളനമെന്ന് അടിവരയിടുന്ന സമ്മേളനത്തിൻ്റെ 1-ാം ദിവസമാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്.